ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം അമ്മയ്ക്ക് പകരമാകില്ല ചിന്നമ്മയെന്ന്. പ്രകടമായ സൗമ്യതയോടെയും ശാന്തതയോടെയും തമിഴ് ജനതയെ അഭിസംബോധന ചെയ്തിരുന്ന ജയലളിതയുടെ അടുത്തെങ്ങുമെത്താൻ കഴിഞ്ഞില്ല ശശികലയ്ക്ക്. പ്രതിസന്ധി ഘട്ടത്തിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടി വന്നപ്പോൾ തമിഴ് രാഷ്ട്രീയം കൈപ്പിടിയിൽ ഒതുക്കാൻ കച്ചകെട്ടിയിറങ്ങിയ ഈ മന്നാർഗുഡിക്കാരിക്ക് തുടക്കത്തിലെ കാലിടറി. ജയയുടെ തോഴിയായിരുന്നു ഏറെക്കാലം എന്നത് മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയല്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ജയയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ വീണ്ടും ഉയർത്തുന്ന തരത്തിൽ ചില AIADMK നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ ശശികലയെ പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. പനീർശെൽവം ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം കൂടി പ്രഖ്യാപിച്ചതോടെ ശശികലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുക അത്ര എളുപ്പമാകില്ല. അഴിമതി കേസിൽ വരാനിരിക്കുന്ന കോടതി വിധിയും EC വാക്കോവർ എന്ന പ്രതീക്ഷ തകർക്കുന്നതാണ്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പ്രയാസം കൂടാതെ എത്തിയെങ്കിലും തമിഴ് ജനതയുടെ മനസ്സിൽ ഇടം പിടിക്കാൻ കയ്യിലുള്ളതൊന്നും പോരാത്ത സ്ഥിതിയിലാണ് ശശികല ഇപ്പോൾ.